ഹായ് സ്റ്റുഡൻസ്, 7th സ്റ്റാൻഡേർഡിൻ്റെ CBSEയുടെ പുതിയ ടെക്സ്റ്റ് ബുക്കാണിത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇൻറ്റീജേഴ്സ് ആണ് കേട്ടോ. ഇൻറ്റീജേഴ്സ്. അപ്പോൾ ഇൻറ്റീജേഴ്സിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 6th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചതാണല്ലേ നിങ്ങൾ. ഇനി എന്താണ് ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ? ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന അല്ലേ, 1 2 3 4 ഇങ്ങനെയുള്ള which are used for counting. The numbers which are used for counting, these are natural numbers. Then whole numbers are 0 1 2 3 അല്ലേ. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ 0 കൂടി ആഡ് ചെയ്താൽ അതിന് എന്ത് പറയും? ഹോൾ നമ്പേഴ്സ് എന്ന് പറയും അല്ലേ. ഇനി ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോൾ നമ്പറിൻ്റെ കൂടെ മൈനസ് നമ്പേഴ്സും കൂടി ഉള്ളതിനെയാണ് നമ്മളെന്ത് പറയാം? ഇൻറ്റീജേഴ്സ് എന്ന് പറയാം അല്ലേ. ദ നമ്പർ ഇൻക്ലൂഡ് ബോത്ത് നെഗറ്റീവ് നമ്പേഴ്സ് ആൻഡ് ഹോൾ നമ്പേഴ്സ് ആർ കോൾഡ് ദ ഇൻറ്റീജേഴ്സ്. എന്താ ഇൻറ്റീജേഴ്സ്? ഇൻറ്റീജേഴ്സ് ആർ ദ നമ്പേഴ്സ് ഇൻക്ലൂഡ് ബോത്ത് നെഗറ്റീവ് നമ്പേഴ്സ് ആൻഡ് ഹോൾ നമ്പേഴ്സ്. നമ്മൾ ഇങ്ങനെയാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക കേട്ടോ. 0യും 1 റൈറ്റ് സൈഡിലേക്ക് പോകുന്നതോറും പോസിറ്റീവ് നമ്പേഴ്സും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നതോറും നെഗറ്റീവ് നമ്പേഴ്സും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. Next is properties of addition and subtraction of integers. അതിൽ ക്ലോസർ അണ്ടർ എഡിഷൻ നമുക്ക് എക്സാമ്പിൾ നോക്കാം. 6 + 3 = 9. അതുപോലെ -9 + 3 = എത്ര കിട്ടും? നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ചിഹ്നങ്ങൾ ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടത്? സബ്സ്ട്രാക്ട് ചെയ്തിട്ട് ബിഗറിൻ്റെ സൈൻ ഇടും അല്ലേ. അപ്പോൾ 9 നിന്ന് 3 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടും 6. അപ്പോൾ ബിഗറിൻ്റെ സൈൻ ഈസ് മൈനസ്. അപ്പോൾ ആൻസർ ഈസ് -6. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും എനി ഇൻറ്റീജർ a and b, a + b ഓൾസോ ആൻ ഇൻറ്റീജർ. അതേപോലെ തന്നെ ക്ലോസർ അണ്ടർ സബ്സ്ട്രാക്ഷൻ അല്ലേ. രണ്ട് സംഖ്യകൾ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 18 - 20 നമുക്ക് എത്ര കിട്ടും? -2. ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇൻറ്റീജർ. ദെൻ 16 - -5 ഇസ് ഓൾസോ വി വിൽ ഗെറ്റ് 16 + 5 അല്ലേ. രണ്ട് അടുത്തടുത്ത് മൈനസ് വരുവാണെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യുക? പ്ലസ് ആക്കി മാറ്റിയിട്ട് 16 + 5 = 21. ഫോർ എനി ഇൻറ്റീജേഴ്സ് a and b, a - b also an integer. The next is commutative for addition and subtraction. അതിൽ അഡീഷൻ വരുമ്പോൾ അപ്പം കമ്മ്യൂട്ടേറ്റീവ് അഡീഷൻ എന്ന് പറയുമ്പം a + b = b + a അല്ലേ. അതായത് എയും ബിയും ആഡ് ചെയ്താൽ നമുക്ക് ബിയും എയും ആഡ് ചെയ്യുന്നതിന് തുല്യമായിട്ട് നമുക്ക് കിട്ടണം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. 6 + -4 = 2 അല്ലേ നമുക്ക് കിട്ടുന്നത്. അതായത് ഇവിടെ സൈന് മൈനസ് ഉള്ളതുകൊണ്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്തിട്ട് ബിഗറിൻ്റെ സൈൻ ഇടണം അല്ലേ. ഇപ്പോൾ ഇവിടെ ബിഗറിൻ്റെ സൈൻ എന്ന് പറയുമ്പോൾ പ്ലസ്, അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിനെ b + a ആക്കി മാറ്റുമ്പോഴും നമുക്ക് 2 തന്നെ കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ -4 + b എന്ന് പറയുമ്പോൾ -4 അല്ലേ. -4 + 6 = 2 തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഫോർ ഇൻറ്റീജേഴ്സ്. കമ്മ്യൂട്ടേറ്റീവ് ഫോർ സബ്സ്ട്രാക്ഷനിൽ നമ്മൾ a - b = എന്തായിരിക്കണം? b - a ആയിരിക്കണം അല്ലേ. അപ്പോൾ നമുക്കതൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം ഇത് ശരിയാവും. ഫോർ എക്സാമ്പിൾ 6 - -4 6 - -4 നമുക്കിവിടെ എത്ര ആൻസർ കിട്ടുക? ഞാൻ പറഞ്ഞു രണ്ട് അടുത്തടുത്ത് മൈനസ് സൈന് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യുക? പ്ലസ് ആക്കിക്കോളൂ അല്ലേ. അപ്പം എന്ത് വരും? 10 വരും അല്ലേ. ഇനിയോ നമുക്ക് b - a നോക്കാം. ഇത് a - b അല്ലേ. ഇനി b - a ഒന്ന് ചെയ്ത് നോക്കാം. b എന്ന് പറയുമ്പോൾ -4 അല്ലേ. -6 എത്ര വരും ആൻസർ? -4 - 6. ഇതെങ്ങനെ മാറി വരും? -4 + -6 ആയിട്ട് മാറും. = എത്ര വരും? രണ്ട് സെയിം മൈനസ് സൈനുകളാണ് ആഡ് ചെയ്യാൻ വന്നിട്ടുള്ളതെങ്കിൽ ആഡ് ചെയ്യുക, മൈനസ് സൈൻ ഇടുക. അപ്പോൾ 4 + 6 10 അല്ലേ. ആൻസർ എത്ര വരും? -10 അല്ലേ. അപ്പോൾ നോക്കിയാട്ടെ, ഇവിടെ നമുക്ക് കിട്ടിയത് +10, ഇവിടെ -10. അപ്പോൾ ഇതെന്തെല്ലാം? സബ്സ്ട്രാക്ഷൻ ഈസ് നോട്ട് അണ്ടർ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അല്ലേ. അപ്പോൾ എന്താ പറയാം? സബ്സ്ട്രാക്ഷൻ ഈസ് നോട്ട് ഫോർ കമ്മ്യൂട്ടേറ്റീവ് ഫോർ ഇൻറ്റീജേഴ്സ് അല്ലേ. Subtraction is not commutative for integers. Subtraction is not
commutative for integers. Okay. Next one is associative property. That means a plus b plus c is equal to a plus b plus c. Okay, നമുക്കിനി ഇതിന് എന്ത് ചെയ്യാം, നമ്പേഴ്സ് കൊടുക്കാം. ഓക്കെ, -4 പ്ലസ് -3 പ്ലസ് -2 gives -4 plus -3 plus -2. ഓക്കെ, നമുക്ക് LHS is equal to RHS ആണോ നോക്കാം. LHS എങ്ങനെ കിട്ടും നമുക്ക്? LHS is equal to, ആദ്യം എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ബ്രാക്കറ്റിനുള്ളിലുള്ള മാത്സ് ആദ്യം ചെയ്യാം കേട്ടോ. അപ്പോൾ -3 plus -2 we will get -5. That is equal to -9. Okay, then RHS is equal to -4 plus -3. That is, we will get -7 plus -2. That is equal to -9. Okay, then we can say that LHS is equal to RHS. Then we can say that addition is associative for integers. 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 The next is additive identity. When we add 0 to any whole numbers, we get the same whole number. Okay, -5 plus 0, we get -5. Or 0 plus -6, we get -6. So we can say that for any integers a plus 0 is equal to 0 plus a is equal to a. Okay. Next properties of multiplication of integers. Closure under multiplication. For example, -2 into -6, we will get +12. മൈനസും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ -2 into -6 we will get 12. Another one is -5 into 6. അപ്പോൾ ഒരു സംഖ്യ പോസിറ്റീവും ഒരു സംഖ്യ നെഗറ്റീവും ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we will get മൈനസ് അല്ലേ, -30. നമുക്ക് കിട്ടിയ ഇൻറ്റീജർ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഇൻറ്റീജേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ഇൻറ്റീജേഴ്സ് ആർ ക്ലോസ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. നെക്സ്റ്റ് ഈസ് ദ കമ്മ്യൂട്ടേറ്റീവ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. നോക്കിയാടെ a into b is equal to b into a. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഫോർ എനി ഇൻറ്റീജേഴ്സ് a into b is equal to b into a. The multiplication is commutative for integers. The multiplication is commutative for integers. ഒരു എക്സാമ്പിളും കൂടി എഴുതി വെക്കാമല്ലോ നമുക്ക്. 4 into -5 is equal to -20 അല്ലേ. അങ്ങനെയാണെങ്കിലോ -5 into 4 is also we will get -20. Next is multiplication by 0. നോക്കിയാടെ ഒരു ഇൻറ്റീജറിന് 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയേ കിട്ടുള്ളൂ, നമുക്ക് 0 മാത്രമേ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഫോർ എനി ഇൻറ്റീജേഴ്സ് a into 0 or is equal to 0 into a is equal to 0. The next is multiplicative identity. മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റിയിൽ വരുമ്പോൾ 1നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. നമ്മൾ ഏത് ഇൻറ്റീജേഴ്സിനും 1നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഏതേ കിട്ടുള്ളൂ, സെയിം ഇൻറ്റീജർ അല്ലേ. അപ്പോൾ എന്ത് പറയാം, 1 ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഫോർ ഹോൾ നമ്പേഴ്സ് ഓർ ഇൻറ്റീജേഴ്സ്. അപ്പോൾ എന്ത് പറയാം, എ ആണ് ഇൻറ്റീജർ എങ്കിൽ a into 1 that also is equal to 1 into a is equal to the integer. ഇനി ഇവിടെ നോക്കിയേ, -1 ഈസ് നോട്ട് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, നമുക്ക് വെറുതെ ഒന്ന് നോക്കാമല്ലോ. നേരത്തെ തന്ന എക്സാമ്പിളിൽ തന്നെ -2നെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഇൻറ്റീജറാണ് കിട്ടുന്നത്. നോക്കിയിട്ട് -2 into -1 നമുക്ക് എത്ര കിട്ടും, 2 കിട്ടും അല്ലേ. അപ്പോൾ എന്തെല്ലാം, -1 ഈസ് നോട്ട് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. അസോസിയേറ്റീവ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ ചെയ്തില്ലേ,
അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക കേട്ടോ. എ ഇൻറ്റു ബി ഇൻറ്റു സി ഈക്വൽ ടു എ ഇൻറ്റു ബി ഇൻറ്റു സി. നമുക്കൊരു എക്സാമ്പിൾ ചെയ്തിട്ട് അതിനൊന്ന് സമർത്ഥിക്കാം അല്ലേ. അപ്പോൾ -2 ഇൻറ്റു 5 ഇൻറ്റു -6 ഇസ് ഈക്വൽ ടു -2 ഇൻറ്റു 5 ഇൻറ്റു -6. നമുക്ക് LHS എത്രയാണെന്ന് നോക്കാം. LHS എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യാം. അപ്പോൾ -2 ഇൻറ്റു 5 ഇൻറ്റു -6 എത്ര വരും? -30 ഇസ് ഈക്വൽ ടു 60 വരും അല്ലേ. അപ്പോൾ +60 വരും. ഇനി RHSO -2 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു -10 ഇൻറ്റു -6 ഇസ് ഈക്വൽ ടു 60. നമുക്ക് എന്ത് പറയാം? LHS ഇസ് ഈക്വൽ ടു RHS അല്ലേ. ഇനിയോ അസോസിയേറ്റീവ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ എന്താണ് ഇൻറ്റീജേഴ്സിൻ്റെ കാര്യത്തിൽ? Then the last one is distributive property. That is A into B plus C is equal to A into B plus A into C. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാമല്ലോ. ഫോർ എക്സാമ്പിൾ 5 into 4 plus 2 is equal to 5 into 4 plus 5 into 4 plus 5 into 2. So, okay, 5 into 4 plus 2 6 is equal to 30 അല്ലേ. ഇവിടെയോ 5 into 4 20 plus 5 into 2 10. That is also 30. That means LHS is equal to RHS. അല്ലേ. ഇനിയോ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അഡീഷൻ നമുക്ക് സബ്സ്ട്രാക്ഷൻ നോക്കാം. A into B minus C is equal to A into B minus C is equal to A into B minus A into C. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഇൻട്രൊഡക്ടറി പാർട്ടിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഒന്നാമത്തെ എക്സസൈസ് നോക്കാം.